ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എല്ലാ സഹകരണ മത്സര പരീക്ഷകൾക്കും ഒരു ചോദ്യം ഉറപ്പാണ്. ടോപ്പിക് എന്താണെന്നല്ലേ? ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം. കഴിഞ്ഞ കേരള ബാങ്ക് പരീക്ഷയ്ക്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ ഭാഗത്തു നിന്നും ചോദിച്ച ഒരു ചോദ്യം നോക്കിയാലോ? The Integrated Ombudsman Scheme 2021 covers all previous Ombudsman schemes except Option A, the Banking Ombudsman Scheme 2006, Option B, the Ombudsman Scheme for Non-Banking Financial Companies 2018, Option C, the Ombudsman Scheme for Foreign Banks 2007, D, the Ombudsman Scheme for Digital Transactions 2019. 2021 ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം വന്നപ്പോൾ മുൻപ് നിലവിലുണ്ടായിരുന്ന സ്കീമുകളെല്ലാം മെർജ് ചെയ്തു. അതേതൊക്കെയാണെന്ന് നോക്കാം. ദ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006, NBFC ഓംബുഡ്സ്മാൻ സ്കീം 2018 ആൻഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓംബുഡ്സ്മാൻ സ്കീം 2019 എന്നിവയാണ് ആ സ്കീമുകൾ. അതിൽ തന്നെ ഫോറിൻ ബാങ്കുകൾക്കായി പ്രത്യേകമായ ഒരു ഓംബുഡ്സ്മാൻ സ്കീം ഉണ്ടായിരുന്നില്ല. ഫോറിൻ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം RBI കൊണ്ടുവന്ന ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ഭാഗമായാണ് പരിഗണിച്ചിരുന്നത്. കഴിഞ്ഞ കേരള ബാങ്ക് പരീക്ഷയിൽ 600 പേരെയും JCA പരീക്ഷയിൽ 400-ൽ 250 പേരെയും അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ച സഹകാരിയുടെ കേസ്കാർഡ് ബാങ്ക് JCA ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫ്ലൈൻ ബാച്ച് തിരുവനന്തപുരം SS കോവിൽ റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള യാത്രയ്ക്ക് ഇനി ഒരു പടി മാത്രം. തിരുവനന്തപുരത്തേക്ക് വരൂ. ഇത്തവണ കേസ്കാർഡ് JCA റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ പോകുന്നത് നിങ്ങളായിരിക്കും.